നിലാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ശ്രുതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് ശ്രുതിയോട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന സിറിൽ. തളർന്നിരിക്കുന്ന ശ്രുതി. ഇത് കണ്ടുവരുന്ന അരുൺ തോമസ്. അയാൾ സിറിലിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ശ്രുതിയെ ആശ്വസിപ്പിക്കുന്ന അരുൺ തോമസ്. അരുൺ തോമസിന്റെ വീട്ടിൽ വന്ന് സിറിൽ അരുൺ തോമസിനെ വെല്ലുവിളിക്കുന്നു. ചിത്രഭാനുവിന്റെ നാടുവിട്ടു പോയ മകൻ പ്രവീൺ പണക്കാരനായി തിരിച്ചു വരുന്നു. അതിൽ സന്തോഷിക്കുന്ന ജയസുധയും ജലജയും. ഇനി തുടർന്ന് കാണുക. ഇവളുടെ കല്യാണക്കാരൊക്കെ ഉടൻ വരെ ആയമ്മേ. ഒന്നും പറയണ്ട. ഏതോ ഒന്നുമില്ലാത്ത വീട്ടിലെ കൊച്ചിന്റെ ധർമ്മക്കല്യാണം പോലെ നടത്താൻ പോവാ. അച്ഛന്റെ കൈ നുള്ളിപ്പറിക്കാൻ കുറച്ച് കാശുണ്ട്. പിന്നെ നമ്മുടെ ആ സ്ഥലം വിൽക്കാന്ന് പറഞ്ഞ അച്ഛന്റെ മുഖം കറക്കും. പിന്നെ ഞാനെന്താ ചെയ്യാ? ഞാനല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. നീ തന്നെ ചോദിച്ചു നോക്ക് അച്ഛനോട്. ധർമ്മക്കല്യാണം എന്റെ അനുജത്തിയിടോ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ, ഞാനും കൂടി തീരുമാനിക്കണ്ടേ? അമ്മേ, സ്വർണം വല്ലതും വാങ്ങിയായിരുന്നോ? എവിടെ? എല്ലാം കൂടി ഒരു 10-25 പവൻ കൊടുക്കാൻ കാണും. 25 പവനോ? എന്റെ അനിയത്തിക്കോ? ഞാനൊരു 19 പവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു 10-70 പവനും കൂടി വാങ്ങിക്കേണ്ടി വരും. 70 പവനോ? എന്താ സ്വർണത്തിന്റെ കാര്യമൊക്കെ പറയണേ? കല്യാണത്തിന് ഇവൻ പൊന്നൊക്കെ വാങ്ങിന്ന്. എല്ലാം കൂടി ഒരു 150 പവനുണ്ട് പോലും. 150 പവനോ? ചേട്ടൻ മേടിച്ചെന്നോ? സത്യാണോ? അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ പൊന്നു ചേട്ടാ, ഈ 150 പവൻ എന്നൊക്കെ പറഞ്ഞ എന്റെ കഴുത്തൊടിഞ്ഞു പോവും. ഒടിയണം, ഒടിയട്ടെ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ ഉടനെ തന്നെ വാങ്ങിക്കണം. അതിലൊന്നും ഒരു പിശുക്കം വേണ്ട. കാശ് എത്രയാന്ന് പറഞ്ഞാൽ മതി. എന്റെ ഡെബിറ്റ് കാർഡ് ഞാൻ അങ്ങോട്ട് തരാം. നീ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു. എന്റെ പൊന്നമ്മേ. അച്ഛൻ ഓഡിറ്റോറിയം വല്ലതും ബുക്ക് ചെയ്തു? എന്തോ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്നും വേണ്ട. ഓഡിറ്റോറിയം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഏർപ്പാടായിക്കൊള്ളാം. നീ എന്തീ പറയുന്നേ? അച്ഛൻ അതൊക്കെ ശരിയാക്കിയെന്നാ തോന്നുന്നേ. അതൊക്കെ അച്ഛനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. കല്യാണത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി എനിക്കാ. അച്ഛനിനി അതിനുവേണ്ടി കടക്കാരനാവണ്ട. ഹോ, എന്റെ ഈശ്വരാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. വിശ്വസിച്ചേ പറ്റൂ. അച്ഛൻ വിചാരിച്ചതേ ഞാൻ നാട് വിട്ട് തെണ്ടി നടക്കുവന്ന ഒരു മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ സൗത്ത് ഏഷ്യൻ CEO ആയി ഈ ലോകം മൊത്തം പറന്ന് നടക്കാൻ ഞാൻ. എന്റെ ഉത്തരവുകൾക്ക് വേണ്ടി 10,000-ഓളം എക്സിക്യൂട്ടീവുകൾ കാതോർത്തിരിക്കുക. കോർപ്പറേറ്റ് മീറ്റിംഗുകൾക്ക് വേണ്ടി കമ്പനികൾ ഡേറ്റ് നോക്കിയിരിക്കുക. ഈ പ്രവീൺ ചിത്രഭാനുവിന്റെ. ആരുടെയാ പറഞ്ഞേ? ആ പേരൊന്നും കൂടെ പറ കേക്കട്ടെ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രവീൺ ചിത്രഭാനു. കലക്കി ചേട്ടാ. ഇപ്പോഴാ ശരിക്കും ചേട്ടന്റെ പേരിനൊരു ഗ്ലാമർ വെച്ചത്. കണ്ടോ അമ്മേ? അച്ഛനെ മറക്കാതിരിക്കാൻ അച്ഛന്റെ പേരൂടെ ചേർത്തേക്കണം. കണ്ടോ? ചേട്ടൻ എത്ര അച്ഛനോട് ഇഷ്ടമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വെറുതെ എല്ലാരും കൂടെ സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് കലക്കി ചേട്ടാ. ഇവിടെ നിന്റെ അച്ഛൻ എന്റെ കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞ് വരും. കല്യാണത്തിന് തെണ്ടി തിരിഞ്ഞു വരും. വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെയല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ എന്തൊക്കെ ഈശ്വര പറഞ്ഞത്. ഞാനും അതിന് കൂട്ടുനിന്നു. ഈ കല്യാണം ഇങ്ങനെ നടക്കുമെന്ന് അമ്മ ഒരിക്കലും കരുതിയില്ല. അമ്മ എന്തിനാ അമ്മ ഇപ്പൊ കരയുന്നേ? ഇവിടെ ഇപ്പൊ വിഷമിക്കാൻ എന്താ ഉണ്ടായേ? അമ്മേ, ഇങ്ങ് തിരിഞ്ഞ് വെറുതെ ചേട്ടനെ കൂടെ വിഷമിപ്പിക്കാൻ ഒന്ന് നോക്കമ്മേ. കൊച്ചു പിള്ളേരെ പോലെ. അമ്മ എന്തിനാ കരയുന്നേ? ഞാൻ അതൊക്കെ മറന്ന കാര്യങ്ങളല്ലേ. എന്റെ പെങ്ങളുടെ കല്യാണമല്ലേ, ഞാൻ ചെയ്യേണ്ടതാ ഇതൊക്കെ. ചേട്ടന്റെ പൊസിഷൻ എന്താണെന്ന് ഇവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ.
ഇത്രയും വലിയ ആളാണെന്ന് ഇപ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലായേ അല്ലേ അമ്മേ? ഒന്ന് ചിരിക്കണ്ട അമ്മേ. ദേ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ ഇപ്പൊ എന്നെ കാണണ്ട. കണ്ടാൽ എന്താ കുഴപ്പം? അച്ഛൻ വന്നിറങ്ങുമ്പോ നീ മുമ്പിൽ നിൽക്കണം, അതാ വേണ്ടത്. അത് വേണ്ട. ആ, ഞാൻ പോയി കുറച്ചെന്നെ കിടക്കട്ടെ. അച്ഛാ, അച്ഛാ ചേട്ടൻ വന്നിട്ടുണ്ട്. ഏത് ആ ചേട്ടൻ? പ്രവീണേട്ടൻ. ഏത് പ്രവീണേട്ടൻ? അച്ഛാ വഴക്കിനൊന്നും നിക്കില്ലേ അച്ഛാ, ഏട്ടൻ രാവിലെ വന്നതാ. അതിന് ഞാനെന്ത് വേണം? തിരിച്ചു പോണോ? അച്ഛാ ദേ അവനിനി കല്യാണമൊക്കെ നടത്തിട്ട് പോകുന്നുള്ളെന്ന്. ആരുടെ കല്യാണം? എന്റെ മോളുടെ കല്യാണം നടത്താനേ എനിക്കറിയാം. വരത്തന്മാരെ കൊണ്ട് എന്റെ മോളുടെ കല്യാണം നടത്തിക്കേണ്ട ഗതികേട് എനിക്കില്ല. അതിനിപ്പോ ഇവിടെ ആരാ വരുത്തന്മാര്? വൈദ്യന്റെ അടുത്ത് എണ്ണ മേടിക്കാൻ പറഞ്ഞിട്ട് നീ എണ്ണ മേടിച്ചോ? അത് വാങ്ങിക്കാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? തന്നെ മേടിച്ചു എന്ന് വെച്ച് നിന്റെ വള ഊരിപ്പോ ഓടി. ആരടി ഇത് ഇവിടെ കൊണ്ടിട്ട്? എടി ഇത് പിടിച്ചടി. എടി എടുക്കാൻ എടുക്ക. ഒരു കാര്യം പറഞ്ഞ ഒന്നിനും മനസ്സിലാവില്ല, എല്ലാം തോന്നിയ പോലെ. ഈ പണ്ടാരം കൊണ്ടുവാടി, നടക്കടി. ഏഞ്ചലേ, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്നാ നീ കരുതുന്നേ? നിന്റെ ഒരു അസംഷൻ എന്താ? പറഞ്ഞേ. അതിനെന്താ നിനക്ക് ഇത്ര സംശയം? അത് സുദീപിന്റെ കുഞ്ഞ് തന്നെയാ. കാരണം ഇഷി ആയതുകൊണ്ട് എനിക്ക് ഇത്ര ഉറപ്പ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നില്ലയോ കർത്താവ് പറഞ്ഞത്? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാലേ എനിക്കും നിനക്കും സുദീപിനും തെറ്റി. നീ എന്തൊക്കെയാ പറയുന്നത്? എന്ത് തെറ്റിയെന്ന്? അവളുടെ സാന്നിധ്യത്തിൽ എൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു അവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ തന്ത അവനാണെന്ന്. അവൻ അരുൺ തോമസ്. അരുൺ തോമസോ? ആ, ചട്ടുവാക്കുളത്തിൽ ലില്ലിക്കുട്ടിയുടെയും തോമസിന്റെയും മകൻ അരുൺ തോമസ്. എന്താ ഞെട്ടിയോ നീ? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല ഇതൊരിക്കലും. ഇതെന്തോ ചതിയാ. ഞാനും ഇതൊന്നും വിശ്വസിക്കില്ല മോളെ. അതൊരു പച്ച നുണയാണെന്ന് എനിക്കറിയാം. ഇതൊക്കെ കളികളല്ലേ? എന്നെ പൂട്ടാൻ അവർ കളിക്കുന്ന നാടകങ്ങൾ. അവൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ പിന്നെ ഞാനൊരു ശല്യത്തിനും പോവുകയല്ലോ. സുദീപിന്റെ കല്യാണം മുടങ്ങില്ലല്ലോ. പാവം അമ്മച്ചി ഇതൊന്നും അറിയിപ്പിക്കാതെ പൊട്ടം കളിപ്പിക്കുക. ഇനി ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും അമ്മച്ചി അറിഞ്ഞ അവളെ കെട്ടാൻ അരുൺ തോമസിനൊരു കാരണമുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ മനസ്സിലെ പ്ലാൻ നടക്കും. എങ്ങനെയുണ്ട് ഗെയിം? എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതിൽ അവൾക്ക് അവന് എന്തെങ്കിലും നേട്ടമുണ്ടോ? എനിക്കറിയില്ലേ? ഉണ്ട് സർ. താങ്ക് യു. എടി പോത്തെ, ഈ കളിയിൽ നേട്ടം ആർക്കാ? അവനാ? സുദീപിനാ? യാതൊരു കുഴപ്പമില്ലാതെ അവന്റെ കല്യാണം അങ്ങ് നടക്കും. നടക്കട്ടെ, അതിന് നിനക്കൊരു കുഴപ്പമില്ലല്ലോ. എത്ര നല്ല അവസരങ്ങൾ കിട്ടിയതാ നിനക്ക് അവന്റെ കല്യാണം പൊളിക്കാൻ. ഇപ്പോഴും അതിനുള്ള സമയം മുന്നിലുണ്ട്. എന്നിട്ടും നീ എന്തിനാ അവനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത്ര സുഖമായിട്ട് അവന്റെ കല്യാണം നടക്കുമോ ഏഞ്ചലേ? അല്ല, അതങ്ങനെ നടക്കാൻ പാടുണ്ടോ? ഞാനതാ ആലോചിക്കുന്നേ. അതത്ര സുഖമായിട്ട് അങ്ങ് നടന്നാ പിന്നെ ഞാൻ ആരാ? ആരാ? ഞാൻ വെറും ശശി. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ നിനക്ക് ബാംഗ്ലൂർ പോലീസിൽ സറണ്ടർ ആവണ്ടേ? നിന്നെ ഒരു കുരുക്കും മോനെ. അതെനിക്കറിയാം. അതൊരു പ്രശ്നമാണ് ഏഞ്ചൽ. അവളുടെ മൊഴി അത്ര ഗൗരവമുള്ളതാ. എസ് ഐ പറഞ്ഞതേ, അവൾ ആ കേസ് അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്താ ഞാനൊരു 7 years അകത്താവും. അത്തരത്തിലാണ് അവളുടെ കംപ്ലൈൻറ്റ്. ചിലപ്പോൾ സുദീപും അരുണും കൂടി അവളെ ഒന്ന് പ്രഷർ ചെയ്താ അവളതങ്ങ് കടുപ്പിക്കും. അത് അവരുടെ ആവശ്യമാണല്ലോ. അവരത് സ്റ്റിക്ക് ഓൺ ചെയ്യും.
ഒരു സംശയവും നിനക്ക് വേണ്ട. കാരണം നിന്നെ പൂട്ടാൻ ഇതിൽ നല്ല വഴിയില്ല. നിന്റെ ഏതൊക്കെയോ പോലീസ് സുഹൃത്തുക്കളുണ്ടെന്നല്ലേ പറഞ്ഞത് അവിടെ? എന്തോരം പൈസ എറിഞ്ഞ ഞാൻ ആ കേസ് ഒന്ന് കുത്തിപ്പൊക്കിയെന്നറിയാവോ? പഴയ DSP മാറി പുതിയ ആളാ ചാർജ് എടുത്തിരിക്കുന്നത്. അയാളാണ് ഇച്ചിരി കുഴപ്പക്കാരനാ. നമ്മുടെ പിടിയിലൊന്നും അയാൾ വീഴുകയില്ല. നോക്കാം. അപ്പൊ അവളുടെ അമ്മയുടെ കേസോ? അതൊക്കെ ചുമ്മാ ചീള് കേസല്ലേ. പോലീസ് ഇപ്പൊ അവരെ പിടിച്ചകത്തിടും കള്ളക്കേസിന്. അവരൊന്നും യാതൊരു ഐഡന്റിറ്റി ഇല്ലാത്ത സ്ത്രീയാ. കാശെന്നൊരു ചിന്തയുള്ളൂ. അതിന്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. അവർക്കിപ്പോ എൻ്റെ കൂടെ വന്ന് ഇഷയുടെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കണം. ഇല്ല, അതൊന്നും സ്റ്റാൻഡ് ചെയ്യില്ലെന്നേ. അതുമാത്രമല്ല, അത്രയ്ക്ക് സ്ട്രോങ്ങാ ഇഷ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി. ഇത് അവന്റെ ബുദ്ധിയാ, അരുൺ തോമസിന്റെ. പിന്നെ നീ എന്ത് ചെയ്യും? അവരെന്താണ് വിചാരിച്ചത് അത് നടക്കും. ഇല്ല ഏഞ്ചലേ, ഒന്നും നടക്കുകയല്ല. അവനെ ഞാൻ പൂട്ടും, അരുൺ തോമസിനെ. അവന്റെ ലക്ഷ്യമൊക്കെ എനിക്കറിയാം. പക്ഷെ അവൻ ബുദ്ധിമാനാ. എന്നെ പൂട്ടാൻ വേണ്ടി സകല റെക്കോർഡുകളും അവനുണ്ടാക്കി. ആ കംപ്ലൈന്റ് ഇല്ലേ, അതവന്റെ ബുദ്ധിയാ. സമ്മതിച്ചു. ഞാനത് അത്ര ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത വശമാ. അതാ അവൻ സ്കോർ ചെയ്തത്. പക്ഷെ അവന് തെറ്റി. അവന്റെ പൊന്ന അമ്മച്ചിയില്ലേ, ലില്ലിക്കുട്ടി അമ്മച്ചി, അവരിപ്പോ എൻ്റെ ഈ ഉള്ളം കയ്യിലാ. അതിനാ ഞാൻ അവരെ പോയി കയ്യിലെടുത്തത്. ഇനി ഞാനൊരു ഗെയിം കളിക്കും ലില്ലിക്കുട്ടി അമ്മച്ചിയെ വെച്ച്. ഇഷയുടെ പ്രഗ്നൻസി ഇങ്ങനെ വളരട്ടെ. വളർന്നതൊരു വലിയ ബലൂൺ പോലെ ആവുമ്പോ ഞാനതും കുത്തിപ്പൊട്ടിക്കും, സകല എണ്ണത്തിനെ ഞെട്ടിച്ചോണ്ട്. അതിനു മുമ്പ് ആ പ്രഗ്നൻസിക്ക് റെസ്പോൺസിബിൾ ആരാണെന്നൊന്ന് അറിയണം. എങ്ങനെ അറിയും? ആര് വഴി അറിയും? പറയടി. അതിനൊരു വഴിയുള്ളൂ, ജമുന. അവൾ അറിയാതിരിക്കില്ല. അത് കറക്റ്റാ. അവളാണല്ലോ ഇതിന്റെ ആമീൻ. ഇഷയെ കൊണ്ടുവന്നതും ഇവിടെ സെറ്റിലാക്കിയതൊക്കെ അവളാണല്ലോ. പക്ഷെ അവളെ കിട്ടിയിട്ട് യാതൊരു ഗുണവുമില്ല. അവളെന്റെ എനിമിയല്ലേ ഇപ്പോ. ഇഷയ്ക്കെതിരെ ഒരു അക്ഷരം മിണ്ടുകയില്ല. വേറെ ഏതേലും വഴി നോക്കണം. വഴിയുണ്ട്, ഒരു വഴിയുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യും. എങ്ങനെ? ഏത് വഴി? സുദീപ് എന്നൊരു കൽപ്പകവൃക്ഷം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കല്ലേ മോളെ. ഞാൻ ചോദിച്ചാൽ അവൻ തത്ത പറയും പോലെ പറയും. പക്ഷെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ഇല്ലെങ്കിൽ ഡും ഡും ഡും. നോക്കാം. ബിരിയാണി കിട്ടിയാലോ? നിന്റെ ചാണക്യബുദ്ധി വീണ്ടും തെളിയുകയാണല്ലോ. രവി, ആ രവി, എന്താ സബി? അച്ഛൻ വലിയ കുഴപ്പമില്ലാത്ത മൂഡിലാണെന്ന് തോന്നുന്നു. ആയുർവേദം മരുന്നും ഫലിച്ചെന്നാ തോന്നുന്നത്. നല്ല വ്യത്യാസം കാണുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? കല്യാണം അടുത്തു വരിക. അച്ഛനല്ലേ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കേണ്ടത്. രവി ചെന്നൊന്ന് സംസാരിക്കേ. അച്ഛനുള്ള കാപ്പിയാ. അത് വേണ്ട. സബി ആവുമ്പോ അച്ഛൻ അത്ര ചൂടാവൂല. തനിക്കൊരു നാക്കുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. തന്റെ മുഖം കാണുമ്പോ പിന്നെ അച്ഛൻ ഒന്നും പറയില്ല. സോപ്പിക്കൊന്നും വേണ്ട. അച്ഛന്റെ വായിലിരിക്കുന്ന കുറച്ച് കേക്ക് ചെല്ലെ, ഞാനും കൂടെ വരാം. പിടിക്കേ. നമുക്കിപ്പോ ഇതൊരു ശീലമായല്ലോ. അച്ഛാ, അച്ഛാ, ഇതാ ചുക്ക് കാപ്പിയാ. ചൂടാറണതിന് മുമ്പ് കുടിക്കേ. വൈദ്യരച്ഛനെ അന്വേഷിച്ചായിരുന്നു. ഓ, തളം വെക്കണമെന്ന് പറഞ്ഞായിരിക്കും.
അച്ഛന് തങ്ങ് കുടിച്ചേ, ചൂടാറുന്നതിന് മുമ്പും കുടിക്കും. ഇപ്പൊ ജോലിയും കൂലിയും ഒന്നും ഇല്ലേ രണ്ടുപേർക്കും? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചേ? കല്യാണം എടുത്തില്ലേ? അതിനുമുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ? ഇപ്പൊ എല്ലാം ഒതുക്കി വെച്ചിരിക്കുക. ഓ, കല്യാണമുണ്ടില്ലേ? എനിക്കിതൊന്നും അറിയണ്ടല്ലോ. എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോടാ. കാപ്പി ഇട്ടുകൊണ്ട് വന്നപ്പോഴേ തോന്നി. നീ എന്താടി അങ്ങ് മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് മാറുന്നില്ലേ? അച്ഛാ, നമ്മുടെ ജയസുധയുടെ ചേട്ടനില്ലേ പ്രവീൺ, അവൻ വന്നിട്ടുണ്ട്. അവൻ എത്തിയോ? അവനെപ്പറ്റി ആ പാവൻ ചിത്രഭാനുവിനെ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ബോംബെയിലോ ഡൽഹിയിലോ തെണ്ടിത്തിരിഞ്ഞ് നടന്നവനല്ലേ? അതൊന്നും അല്ല അച്ഛാ, അവനിപ്പോ ഏതോ വലിയ കമ്പനിയിൽ നല്ല ഉദ്യോഗസ്ഥനാ. കല്യാണം മുഴുവൻ ഇപ്പൊ അവനാ നടത്തുന്നത്. കാശൊത്തിരി പൊടിയുന്ന കേൾക്കുന്നത്. ശരിയാ, ഭാനുചേട്ടൻ ബുക്ക് ചെയ്ത മണ്ഡപമൊക്കെ മാറ്റി ഏതോ ലക്ഷങ്ങൾ വാടകയുള്ള മണ്ഡപം ബുക്ക് ചെയ്തിരിക്കുന്നേ. സകലതും ഇപ്പൊ അവനാ നോക്കുന്നേ. ഏതോ ഫ്ലാറ്റോ സ്ഥലോ എന്തൊക്കെയോ വാങ്ങാൻ പോകുന്നാ പറയുന്നത്. ഗുരുത്വമുള്ളവന്മാരൊക്കെ അങ്ങനെ നന്നാവും. ആരുടെയും മനസ്സ് നോവിക്കാതെ ആരെയും വഞ്ചിക്കാതെയും ജീവിക്കുന്നവർക്ക് അതിന്റെ ഗുണമുണ്ടാവും. ഭാനു അങ്ങനെയുള്ളവനാ. എനിക്കും ഉണ്ടല്ലോ 2 ആൺമക്കള്. പാഴായി പോയി. അച്ഛാ, കല്യാണത്തിന് മുൻപ് നമുക്ക് വീട്ടിനകത്തൊരു പൂജ നടത്തിയാലോ എന്ന് വിചാരിക്കുന്നു. അമ്മ കണിയാനെ കണ്ടപ്പോ കണിയാൻ പറഞ്ഞതാ, ഒരു പെണ്ണ് വീട്ടിനകത്തേക്ക് കയറി വരുമല്ലേ. എന്ത് പൂജയാണാവോ കണിയാൻ കൽപ്പിച്ചത്? ശത്രു സംഹാരമാണോ അതോ ബാധയൊഴിപ്പിക്കലാണോ? വേണം, അത് വേണം. അത് വേണം. അച്ഛനറിയാലോ, എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനിതിനൊക്കെ എതിരുവാ. പിന്നെ സബി അമ്മയെ നിർബന്ധിച്ചപ്പം മിണ്ടാതിരുന്നേ ഉള്ളൂ. നല്ലതാ. 2 പൂജ അത്യാവശ്യമാണ്. ഒന്ന് ശത്രു സംഹാര പൂജ. ഒരു ശത്രു ഇവിടെ തന്നെ താമസിക്കുന്നുണ്ടല്ലോ, അതിനെ സംഹരിച്ചാൽ എല്ലാവർക്കും സമാധാനമാകും. പിന്നെ ബാധ ഒഴിപ്പിക്കൽ, അതും വേണം. അത് വളരെ വളരെ അത്യാവശ്യമാണ്. ബാധ കൂടിയ ഒരു കിളവൻ ഒഴിവായി കിട്ടുമല്ലോ. അപ്പം വന്നു കയറുന്ന പെണ്ണിന് സമാധാനമാകുമല്ലോ. ശത്രു സംഹാര പൂജ വേണം, വേണം, അത് വേണം. ശത്രു സംഹാര പൂജയും ബാധ ഒഴിപ്പിക്കലും അതും വേണം, 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 വേണം. ശത്രു സംഹാര പൂജ വേണം. വേണം, വേണം. ശത്രു സംഹാര പൂജ വേണം. അച്ഛാ, മന്ത്രവും വേണ്ട, ഒരു പൂജയും വേണ്ട. അച്ഛനൊന്ന് മനസമാധാനമായിട്ട് ഇരുന്നാ മതി. അപ്പൊ ശരി. മോളെ, വിശേഷങ്ങൾ അറിഞ്ഞോ? ഇവിടെ കല്യാണം നടക്കാൻ പോന്നു. അതിന് മഹാപൂജ നടത്തുക, ശത്രു സംഹാര പൂജ. വലിയ വിശേഷമാ. അതൊന്നും അല്ലച്ച. ഒരു ഗണപതി ഹോമവും ഒരു ദേവി പൂജയും ഒരു മനസ്സമാധാനത്തിന്, അത്രയുള്ളു ശ്രുതി. വീട്ടിൽ വന്നു കയറിയ ദേവിയെ പൂജിക്കാതെ പിന്നെ ഏത് ദേവിയെ പൂജിച്ചാലാ നിനക്കൊക്കെ മനസമാധാനം കിട്ടുന്നത്? മനസമാധാനം ഞാനായിട്ടൊന്നിനും എതിര് നിൽക്കുന്നില്ല. പൂജയോ മന്ത്രമോ എന്ത് കുന്ത്രാണ്ടമാണേലും ആയിക്കോട്ടെ. സൗദ ഇവിടെ നിപ്പുണ്ടായിരുന്നു. പൂജയും വഴിപാടും ഒക്കെ സൗദയുടെ ഏർപ്പാടായിരിക്കില്ലയോ? എന്റെ ഏർപ്പാടൊന്നും ആയിരുന്നില്ല. ഇവിടെ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചതാ.
എല്ലാരും കൂടെ ആലോചിച്ചപ്പം എന്നെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. തലയ്ക്ക് സുഖമില്ലാത്തവനോട് എന്നാ അഭിപ്രായം ചോദിക്കാനാ, അല്ലയോ സൗദി? അല്ലേലും സൗദ മിടുക്കിയ, മിടുക്കി. അച്ഛന്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു നല്ലത്. അച്ഛനെ ആരും ഒഴിവാക്കുന്നില്ലല്ലോ ശ്രുതി. അച്ഛനല്ലേ എല്ലാത്തിൽ നിന്നും ഒഴിവായി മാറി നടക്കുന്നേ. ശ്രുതി, നമ്മുടെ പൊടിമോന്റെ വീടിന്റെ പണി ഇവിടം വരെയായി, ഒരു അനക്കവും കാണുന്നില്ലല്ലോ. അതിന്റെ സകല പേപ്പർ വർക്ക്സും സാങ്ഷനൊക്കെ തീർത്ത് വെച്ചിരിക്കുക. അന്ന് അരുൺ സാർ വന്നപ്പോ സ്ഥലപൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലേ. എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ ശ്രുതി. അതിന് നിങ്ങൾ മുൻകൈ എടുത്ത് ഇറങ്ങേണ്ട രവി. ഇവരിത് എത്ര കാലം കൊണ്ടാ പറയുന്നേ? അത്ര വലിയ താല്പര്യമൊന്നും സുദീപിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. അത് ശരിയാ, അവന് ഈടെയായിട്ട് ഒരു കാര്യത്തിൽ ഒരു താല്പര്യമില്ല. ഏതായാലും രവി ഒന്ന് സംസാരിക്കേ. ഇനിയിപ്പോ എപ്പ തീർക്കാനാ വീടിന്റെ പണി? പിന്നല്ലാതെ കല്യാണം ഇങ്ങെത്തി. ഇനിയിപ്പൊ വീട് പണിയാൻ നോക്കിയ സമയമുണ്ടെങ്കിൽ ഇപ്പൊ പാലുകാച്ച് നടത്തേണ്ട സമയം കഴിഞ്ഞു. മോളെ, അവനോട് മോളൊന്ന് സംസാരിക്കേ. ഇനിയെങ്കിലും താമസിപ്പിക്കണ്ടെന്ന് പറയണം. ശ്രുതി, നാളെ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലീവ് പറഞ്ഞേക്കണേ. നേരത്തിനും കാലത്തിനും ഭക്ഷണം ഒന്നും കഴിക്കാതെ അതിന്റെ കുഞ്ഞു വാടിപ്പോവുമല്ലോ. ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അതും കേൾക്കില്ല. ഇന്നത്തെ കാലത്തെ പെൺപിള്ളേരൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണമ്മേ. അതിന്റെ ഭർത്താവ് പറഞ്ഞാൽ പോലും കേൾക്കത്തില്ലായിരിക്കും. തന്നിഷ്ടാ, അല്ലാതെ എന്തു പറയാനാ? അവൻ നിന്റെ മുന്നിൽ നിന്ന് കുത്തിക്കുത്തി നിന്റെ കുഞ്ഞിന്റെ അവകാശം ആരാൻ ചോദിച്ചപ്പോ നിനക്ക് പറയാറുന്നില്ലേ? ഞാൻ എന്ത് പറയണമായിരുന്നു? നിന്റെ കുഞ്ഞാണെന്ന്. ആ ഒരു ഉത്തരത്തിന് വേണ്ടിയല്ല സിറിൽ എന്നെ തേടി വന്നത്. അവിടെ വെച്ച് എല്ലാവരും കേൾക്കാൻ നീ പറയണായിരുന്നു അന്തസ്സോടെ നിന്റെ കുഞ്ഞിന്റെ അവകാശി സുദീപാണെന്ന്. അല്ലാതെ നാട്ടിൽ കണ്ട ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് അവനാണ് എന്റെ കുഞ്ഞിന്റെ തന്തയെന്ന് പറയിപ്പിക്കല്ലേ വേണ്ടത്. പറയാൻ പഠിച്ചിട്ടോ അന്തസ്സില്ലായ്മ കൊണ്ടോ അല്ല, പേടിച്ചിട്ടാ. അത് മൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് പേടിച്ചിട്ടാ. അരുൺ തോമസ് പറഞ്ഞപ്പോ പ്രതികരിക്കാതിരുന്നതും അതുകൊണ്ട്.